തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം. പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശവുമായി പ്രമേഹ രോഗികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമം തടസ്സങ്ങളില്ലാതെ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കടപ്പുറം വനിതാ ശിശുക്ഷേമ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ അധ്യക്ഷയായി. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ നിർമ്മല അഗസ്റ്റിൻ, K സുധ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് യോഗയും പ്രമേഹവും എന്ന വിഷയത്തെ അധികരിച്ച് ലാബ് ടെക്നീഷ്യൻ V ജയറാം, പ്രമേഹവും ഭക്ഷണരീതി എന്ന വിഷയത്തെ അധികരിച്ച് ഡയറ്റീഷ്യൻ ജെസ്സി ജിജോ എന്നിവർ ക്ലാസ് നയിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തലയിലെ വിദ്യാർത്ഥികളുടെ ദിനത്തിൻ്റെ പ്രാധാന്യമോതുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ലാബ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്കായി സൗജന്യ പ്രമേഹ രോഗനിർണയ രക്തപരിശോധനയും സംഘടിപ്പിച്ചു. ഡയബറ്റീസ് ഡേ ആണ് നവംബർ 14. ഇന്ന് രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഞങ്ങളുടെ ഒരു ഫിസിഷ്യൻസ് ക്ലബ്ബ് കോട്ടയം, എൻ്റെ വീട് കോട്ടയമാണ്. ഫിസിഷ്യൻസ് ക്ലബ്ബ് കോട്ടയത്തിലെ ഒരു പത്ര കട്ടിങ്ങാണ്, മാതൃഭൂമിയാണെന്നാണ് തോന്നുന്നത്. മാതൃഭൂമിയിൽ വന്നൊരു കട്ടിങ്ങാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 50 ലക്ഷം കേരളത്തിലെ 50 ലക്ഷം ജനങ്ങളിൽ 4.31 ലക്ഷം ജനങ്ങൾക്കും ഷുഗറുണ്ട്. അപ്പം 50 ലക്ഷം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ റഫ്ലി നമ്മുടെ ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, എറണാകുളത്തിൻ്റെ ഇച്ചിരി ഭാഗം കൂടെ കൂട്ടിയാൽ മതി. പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഏകദേശം ധാരണയുണ്ടായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതൊരു നിശബ്ദ കൊലയാളിയാണെന്ന് മാഡം സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മളെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ച് നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് അതിൻ്റെ ഒരു 14-ാം തീയതി നിങ്ങൾക്കറിയാമോന്നറിയില്ല, പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലർ എന്ന് പറയും, നിശബ്ദ കൊലയാളിയാണ്. അറിയില്ല ഇത് എത്രത്തോളം മാരകമായി തീരുന്നുള്ളത്. യോഗയെ മാറ്റി നിർത്തുന്നവരോട് പറയാനുള്ളത്, യോഗ എന്ന് പറയുന്നത് നിയറായിട്ടുള്ള ശരീരത്തെ വളച്ചൊടിച്ച് വെക്കൽ മാത്രമല്ലെന്നും അത് സ്വസ്ഥമായി ശ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ടൊരു ധ്യാനാത്മകം. ഡയബറ്റീസ് ഡേ ആണ് നവംബർ 14. ഇന്ന് രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഞങ്ങളുടെ ഒരു ഫിസിഷ്യൻസ് ക്ലബ്ബ് കോട്ടയം, എൻ്റെ വീട് കോട്ടയമാണ്. ഫിസിഷ്യൻസ് ക്ലബ്ബ് കോട്ടയത്തിലെ ഒരു പത്ര കട്ടിങ്ങാണ്, മാതൃഭൂമിയാണെന്നാണ് തോന്നുന്നത്. മാതൃഭൂമിയിൽ വന്നൊരു കട്ടിങ്ങാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 50 ലക്ഷം കേരളത്തിലെ 50 ലക്ഷം ജനങ്ങളിൽ 4.31 ലക്ഷം ജനങ്ങൾക്കും ഷുഗറുണ്ട്. അപ്പം 50 ലക്ഷം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ റഫ്ലി നമ്മുടെ ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, എറണാകുളത്തിൻ്റെ ഇച്ചിരി ഭാഗം കൂടെ കൂട്ടിയാൽ മതി. 50 ലക്ഷം. ആ മൂന്ന് ജില്ലയില്ല, ഒരു 2.5. പ്രമേഹ രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം, അദ്ദേഹം ചെയ്യുന്ന ജോലി, വ്യായാമം. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോഴുള്ള രക്തത്തിൽ എത്രമാത്രം പഞ്ചസാരയുടെ അളവുണ്ട് എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ Thank you.